ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 72, 1 Corinthians 1-2 അധ്യായവും വെളിപാട് 10 അധ്യായവുമാണ് നാം ഇന്ന് വായിക്കുന്നത്. ലൗകിക ജ്ഞാനത്തെക്കാൾ വലുത് ക്രൂശിന്റെ വചനമാണെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ ദൈവഹിതം പൂർത്തിയാകുന്നതിനെ കുറിച്ചുള്ള പുതിയ വെളിപാടുകൾ ലഭിക്കുന്നു. കൊരിന്ത്യർ അധ്യായം 1. അഭിവാദനം, ഉപകാരസ്മരണ. ദൈവേഷ്ടപ്രകാരം ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തെനസും കൊരിന്ത്യസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക്, ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും അവരുടെയും നമ്മുടെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്നവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. ക്രിസ്തു യേശുവിലൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സദാ എന്റെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. കാരണം എല്ലാറ്റിലും, എല്ലാ വചനത്തിലും, എല്ലാ ജ്ഞാനത്തിലും അവനിൽ നിങ്ങൾ സമ്പന്നരാക്കപ്പെട്ടു. അങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുമൂലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് കൃപാവരങ്ങളിൽ ഒന്നിലും കുറവില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമറ്റവരാകേണ്ടതിന് അവൻ നിങ്ങളെ അവസാനം വരെ ഉറപ്പിച്ചു നിർത്തും. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിശ്വാസികൾക്കിടയിൽ ഭിന്നത. സഹോദരരെ, നിങ്ങളെല്ലാവരും ഒരേ കാര്യം സംസാരിക്കുകയും നിങ്ങളിൽ ഭിന്നത ഇല്ലാതിരിക്കുകയും ചെയ്യട്ടെ. മനസ്സിലും ചിന്തയിലും ഐക്യപ്പെടണമെന്ന് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാരണം എന്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ കലഹങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ആളുകൾ വഴി നിങ്ങളെപ്പറ്റി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പൗലോസിന്റേതാണ്, ഞാൻ അപ്പോളോയുടേതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിന്റേതാണ് എന്ന് പറയുന്നതിനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരുന്നവോ? പൗലോസ് ആണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അല്ലെങ്കിൽ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്? ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങൾ ആരെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങൾ ആർക്കും സാധിക്കില്ല. സ്തേഫനോസിന്റെ കുടുംബത്തെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാതെ മറ്റാരെയും ഞാൻ സ്നാനപ്പെടുത്തിയതായി എനിക്കറിയില്ല. കാരണം ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകാനല്ല, പ്രത്യുത സുവിശേഷം പ്രസംഗിക്കാനാണ്. അത് വാഗ്വിലാസത്തോടെ ആയിരുന്നില്ല, ക്രിസ്തുവിന്റെ കുരിശ് വ്യർത്ഥമാകാതിരിക്കാനായിരുന്നു ഇത്. കുരിശിന്റെ ഭോഷത്വം. കാരണം നശിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വവും രക്ഷിക്കപ്പെട്ട നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയുമാണ്. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധിവൈഭവം ഞാൻ നിഷ്ഫലമാക്കുകയും ചെയ്യും. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ദൈവം ലോകത്തിന്റെ ജ്ഞാനം ഭോഷത്വമാക്കിയില്ലേ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം വിജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല. അതിനാൽ പ്രഘോഷണത്തിന്റെ ഭോഷത്വത്തിലൂടെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം തീരുമാനസായി. യഹൂദന്മാർ അടയാളങ്ങൾ ചോദിക്കുന്നു, ഗ്രീക്കുകാരാകട്ടെ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദന്മാർക്ക് ഇടർച്ചയും ജനതകൾക്ക് ഭോഷത്വവുമായ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർക്ക്, യഹൂദർക്കും ഗ്രീക്കുകാർക്കും ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വിജ്ഞാനവുമാണ്. കാരണം മനുഷ്യരുടേതിനേക്കാൾ വിജ്ഞാനമുള്ളതാണ് ദൈവത്തിന്റെ ഭോഷത്വം, മനുഷ്യരുടേതിനേക്കാൾ ശക്തമത്രേ ദൈവത്തിന്റെ ബലഹീനത. സഹോദരങ്ങളെ, നിങ്ങളുടെ വിളി എന്തെന്ന് മനസ്സിലാക്കുക. ലൗകികമായി നിങ്ങൾ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തർ അധികമില്ല, ശ്രേഷ്ഠകുലജാതർ അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിന്റെ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. ശക്തരെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിന്റെ ബലഹീനരെ തിരഞ്ഞെടുത്തു. ലോകത്തിലെ നിസ്സാരരെയും നിന്ദിതരെയും ദൈവം തിരഞ്ഞെടുത്തു. ഉള്ളവ ഇല്ലാതാക്കാൻ ഇല്ലാത്തവരെയും ദൈവസന്നിധിയിൽ ആരും സ്വയം പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയാണത്. അവിടെ നിന്നാണ് നിങ്ങൾ ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്നത്. നമുക്ക് അവൻ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ആത്മപ്രശംസ ചെയ്യുന്നവൻ
കർത്താവിൽ ആത്മപ്രശംസ ചെയ്യട്ടെ. 1 കൊറിന്ത്യസ് അധ്യായം 2. ക്രൂശിതനെ കുറിച്ചുള്ള സന്ദേശം. സഹോദരരെ, ഞാൻ നിങ്ങളോട് അടുത്തേക്ക് വന്നത് വാഗ്വിലാസത്തോടെയോ വിജ്ഞാനത്തോടെയോ ദൈവത്തിന്റെയോ രഹസ്യം നിങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ടല്ല. നിങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തുവിനെ, അതും ക്രൂശിതനല്ലാതെ മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ലെന്നും തീരുമാനിച്ചു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ബലഹീനതയോടും ഭയത്തോടും വലിയ വിറയലോടും കൂടെയാണ്. എന്റെ വാക്കും എന്റെ പ്രഘോഷണവും ജ്ഞാനത്തിന്റെ വശ്യവചസ്സുകളായിരുന്നില്ല, പിന്നെയോ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രകടനത്തിലായിരുന്നു. അത് നിങ്ങളുടെ വിശ്വാസം മനുഷ്യന്റെ ജ്ഞാനത്തിലല്ല, ദൈവത്തിന്റെ ശക്തിയാലാകാനാണ്. ദൈവത്തിന്റെ ജ്ഞാനം. എങ്കിലും പക്കമതികളുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസംഗിക്കുന്നു. എന്നാൽ അത് ഈ യുഗത്തിന്റെയോ ഈ യുഗത്തിലെ നശ്വോന്മുഖരായ ഭരണാധികാരികളുടെ ജ്ഞാനമല്ല. ദൈവത്തിന്റെ രഹസ്യാത്മകവും നിഗൂഢവുമായ ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് യുഗാരംഭത്തിനു മുമ്പ് തന്നെ നമ്മുടെ മഹത്വത്തിനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ യുഗത്തിലെ ഭരണാധികാരികൾ ആരും തന്നെ ഈ ജ്ഞാനം അറിഞ്ഞില്ല. കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അവർ മഹത്വത്തിന്റെ കർത്താവിനെ ക്രൂശിക്കുമായിരുന്നില്ല. എന്നാൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സുകളിൽ പ്രവേശിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആത്മാവിലൂടെ ദൈവം അവ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആത്മാവ് സകലതും ദൈവത്തിന്റെ ആഴങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു. തന്നിലുള്ള മനുഷ്യന്റെ ആത്മാവല്ലാതെ മനുഷ്യർക്കിടയിൽ ആരാണ് മനുഷ്യന്റെ കാര്യങ്ങൾ അറിയുന്നത്? അതുപോലെ ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. ഞങ്ങൾ സ്വീകരിച്ചത് ഈ ലോകത്തിന്റെ ആത്മാവിനെയല്ല, പിന്നെയോ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനാണ്. ഇത് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. മാനുഷിക വിജ്ഞാനം പഠിപ്പിച്ച വാക്കുകളല്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്, പിന്നെയോ ആത്മാവിന്റെ പഠനങ്ങളാലാണ്. ആത്മീയരോട് ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നു. ദൈവാത്മാവിന്റെ കാര്യങ്ങൾ ലൗകിക മനുഷ്യൻ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആയതുകൊണ്ട് അത് അവന് ഭോഷത്വമാണ്. അത് അവന് അറിയാൻ കഴിയുമായിരുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, എന്നാൽ അവൻ ആരാലും വിധിക്കപ്പെടുന്നില്ല. എന്നാൽ കർത്താവിനെ പഠിപ്പിക്കും വിധം ആരാണ് അവിടുത്തെ മനസ്സറിഞ്ഞത്? ഞങ്ങൾക്കാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സാണ് ഉള്ളത്. വെളിപാട് അധ്യായം 10. ചുരുളേന്തിയ ദൂതൻ. ശക്തനായ വേറൊരു ദൂതൻ മേഘാവൃതമനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന്റെ ശിരസിന് മീതെ മഴവില്ല്, അവന്റെ മുഖം സൂര്യനെ പോലെ, അവന്റെ പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ പോലെയും, അവന്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു ചുരുളുണ്ടായിരുന്നു. അവൻ വലങ്കാൽ കടലിലും ഇടങ്കാൽ കരയിലും ഉറപ്പിച്ചു. സിംഹം ഗർജിക്കുന്ന പോലെ വലിയ സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ 7 ഇടിനാദങ്ങൾ മുഴങ്ങി. ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം പറഞ്ഞു കേട്ടു. ആ 7 ഇടിനാദങ്ങൾ പറഞ്ഞത്, മുദ്രിതമാക്കുക, അത് എഴുതരുത്. കടലിലും കരയിലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച എന്നും എന്നേക്കും ജീവിക്കുന്നതിനെ കൊണ്ട് ആണയിട്ടു, ഇനി കാലവിളംബം ഉണ്ടാകില്ല. 7ാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തന്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം പൂർത്തിയാക്കപ്പെടും. ചുരുൾ വിഴുങ്ങുന്നു. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് നിവർത്തിയ ആ ചെറിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ എനിക്ക് തരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ നിന്റെ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുളെടുത്ത് വിഴുങ്ങി. അത് എന്റെ വായിലെ തേൻ പോൽ മധുരിച്ചു, എന്നാൽ ഭക്ഷിച്ചപ്പോൾ എന്റെ ഉദരത്തിൽ അത് കയ്പായി മാറി. അവൻ എന്നോട് പറഞ്ഞു, നീ ഇനിയും അനേകം ജനങ്ങളെയും ജനതകളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ദൈവിക ജ്ഞാനത്തെയും വെളിപാടിനെയും പൂർണ്ണഹൃദയത്തോടെ ഉൾക്കൊള്ളുക. കർത്താവിന് മഹത്വം.